ഇതാണ് നമ്മൾ മേടിച്ച എഞ്ചിൻ ഓയിൽ. നമുക്കാദ്യമേ 8 mm ടീസ്പാനർ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഓയിൽ ഫിൽറ്ററിൻ്റെ നമുക്കത് ഊരാം, നട്ട് ഊരാം. 2 എണ്ണമാണ്, ഈ മണ്ടയും താഴെയും കാണുന്നതാണ്. ഇത് ഊരാം. നമുക്കങ്ങനെ ഇതൊന്ന് കിള്ളിയെടുക്കാം. വെച്ച് ടൈറ്റായിട്ടിരിക്കുകയാണ്. ഒന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടൊന്ന് വലിച്ചെടുത്താൽ മതി. വലിച്ചെടുത്തു. ഏതായാലും നമ്മുടെ എഞ്ചിൻ ഓയിൽ ടാറ് പോലെ ആയിട്ടുണ്ട്. അതുപോലെ കറുത്ത് കരിവാളി ചിരിപ്പുണ്ട്. ഇപ്പം നല്ല കട്ടിയായിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ. മാറാൻ ഇച്ചിരി താമസിച്ച് നമ്മൾ ഈ ഓയിൽ ഫിൽറ്റർ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് കുത്തിയിട്ട് വലിച്ചെടുക്കുന്നു. നമുക്കിത് വലിച്ചെടുക്കാം. അങ്ങനെ വലിച്ചെടുത്തു. ഇനി നമുക്ക് അപ്പുറത്തെ ഓയിലിൻ്റെ നട്ട് ഊരാം. ഇനി അങ്ങോട്ട് പോയിട്ട് ഓയിൽ നട്ട് ഊരാം. ഇത് നമുക്ക് ഊരിയെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. അങ്ങനെ അത് ഊരി ഇനി കൈ വെച്ച് നമുക്കൊന്ന് ഊരിയെടുക്കാം. നമുക്ക് ബക്കറ്റിന് കറക്റ്റ് അളവ് വെക്കാം, അല്ലെങ്കിൽ തുളുമ്പി പോകും. ഇനി ഇതിൻ്റെ അകത്തൊരു ഫിൽറ്റർ ഇരിപ്പുണ്ട്. അത് നമുക്കൊന്ന് പ്ലെയർ പിടിച്ച് വലിച്ചാൽ മതി, അത് ഊരി വന്നോളൂ. പ്ലെയർ വലിച്ച് ഒന്ന് വലിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മളിപ്പം വലിച്ചെടുത്താണ്. ഇതും കൂടെ ക്ലീൻ ചെയ്തിട്ട് ഇടണം. അങ്ങനെ അതായത് കണ്ടോ, ടാറ് പോലെ ആയിട്ടില്ലേ. ഇനി നമുക്ക് ഇപ്പോൾ ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പിൻ്റെ അവിടെ ഒരു റിങ് ഉണ്ട്, അതും കൂടെ മാറണം. നമ്മൾ പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ പഴയത് മാറി, അതുകൂടെ പുതിയതിട്ടു. ഇനി ഫിൽറ്ററൊന്ന് ക്ലീൻ ചെയ്ത് ഇനി തുണി വെച്ച് ചുമ്മാ ഒന്ന് തൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് തൂത്തു. ഇനി നമുക്ക് ഓയിൽ ഫിൽറ്ററും കൂടെ കയറ്റി വെക്കാം. ഓയിൽ ഫിൽറ്റർ വെക്കാൻ വേണ്ടി നമ്മൾ ഓയിൽ ഫിൽറ്റർ അതിൻ്റെ അകത്തേക്ക് കറക്റ്റ് കയറ്റിയിട്ട് ഒന്ന് തള്ളി വെച്ചാൽ മതി. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഓയിൽ ഫിൽറ്റർ എടുത്തു. ഇനി പയ്യെ തള്ളി ഒന്ന് ഞെക്കി കൊടുത്തു. തീർന്നു. ഇനി നമ്മൾ അതിൻ്റെ ക്യാപ്പ് എടുക്കുക. കറക്റ്റായിട്ട് ആ സ്ക്രൂവിൻ്റെ അവിടെ വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് 8 mm ആ ഊരിയ സ്ക്രൂവ് തിരിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ട്രെയിനിട്ടും ടൈറ്റ് ചെയ്യുക. കൈ വെച്ച് ആദ്യമേ ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്താൽ മതി. മാക്സിമം ഒന്ന് ചുമ്മാ ടൈറ്റ് ചെയ്താൽ മതി. ആരും കണ്ടമാനം ബലത്തിൽ കയറി ഒന്നും ടൈറ്റ് ചെയ്യേണ്ട. എൻജിൻ ക്രാക്കാൻ സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് എൻജിൻ ഓയിൽ ഒഴിക്കാം. ഇതാണ് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ 1/200 നമുക്ക് വേണ്ട എൻജിൻ ഓയിൽ. അത് നമുക്ക് ഒഴിക്കാം. ഇത് ഞാൻ സ്ലോ മോഷൻ കാണിച്ചേക്കാണ്. ഇനി അതിൻ്റെ ക്യാപ്പ് അടയ്ക്കുക. പരിപാടി തീർന്നു. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ എഞ്ചിൻ ഓയിൽ കുറവാണെങ്കിൽ 100 ml കിട്ടും. അത് ബൂസ്റ്റ് ചെയ്തെടുത്താൽ മതി. 100 ml